തമിഴ്നാട് നിയമസഭയിൽ നിർണായകവും വമ്പൻ ജനക്ഷേമകരവുമായ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനും സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമായി ഒന്നിലധികം വൻകിട പദ്ധതികളാണ് വിജയ് അസംബ്ലിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് ഒരു വർഷം 3 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്നാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അന്നപൂർണി സൂപ്പർ 6 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വൻകിട ക്ഷേമ പദ്ധതി 2027 പൊങ്കൽ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാനത്ത് നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതിയുടെ പ്രയോജനം സംസ്ഥാനത്തെ ഏകദേശം 1.5 കോടിയോളം വരുന്ന സാധാരണ കുടുംബങ്ങൾക്ക് നേരിട്ട് ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി LPG സിലിണ്ടറുകൾ വാങ്ങാൻ ആവശ്യമായ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ രീതിയാണ് വിജയ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനായി തമിഴ്നാട് സംസ്ഥാന ഖജനാവിൽ നിന്നും പ്രതിവർഷം ഏകദേശം 4000 കോടി രൂപയോളം ചെലവഴിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഗൾഫ് മേഖലയിലുണ്ടായ യുദ്ധ സാഹചര്യങ്ങളും വിതരണ തടസ്സങ്ങളും കാരണമുണ്ടായ പാചകവാതക സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമവും വിലക്കയറ്റവും സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വിജയ് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം ചില സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ജനങ്ങളുടെ കണ്ണീരൊപ്പാനും തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനാലാണ് ഇത്തരം ഒരു വലിയ പദ്ധതി ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ TVK പാർട്ടി പ്രതിവർഷം 6 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അതിന്റെ ആദ്യഘട്ടമായാണ് ഈ 3 സിലിണ്ടർ വിതരണം നടപ്പിലാക്കുന്നത്. സൗജന്യ സിലിണ്ടർ പ്രഖ്യാപനത്തിന് പുറമെ സംസ്ഥാനത്തെ ഗതാഗത മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വിജയ് പ്രഖ്യാപിച്ചു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സംസ്ഥാനത്തുടനീളം പൂർണ്ണമായും സൗജന്യ ബസ് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനൊപ്പം തന്നെ സ്ത്രീകൾക്കായുള്ള വെട്രി പയണ തിട്ടം എന്ന സൗജന്യ ബസ് യാത്രാ പദ്ധതി വിപുലീകരിക്കുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ തീരുമാനം പ്രകാരം സ്ത്രീകൾക്ക് സാധാരണ ബസ്സുകളിൽ മാത്രമല്ല എക്സ്പ്രസ്, LSS, ഡീലക്സ് തുടങ്ങിയ പ്രീമിയം ബസ്സുകളിലും ഇനി മുതൽ പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്യാം. കൂടാതെ അന്തർജില്ലാ ബസ് സർവീസുകളിലേക്കും ഈ ആനുകൂല്യം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വനിതകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും യാത്രാ സ്വാതന്ത്ര്യത്തിനും ഈ പദ്ധതി വലിയ ഊർജ്ജമാകുമെന്ന് വിലയിരുത്തുന്ന സർക്കാർ വരുന്ന ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ വിപുലീകരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു. അതോടൊപ്പം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കും കർഷക പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച ചെന്നൈ പരന്തൂരിലെ 2ാമത്തെ ഹരിത വിമാനത്താവള പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സഭയിൽ അറിയിച്ചു. ചെന്നൈയിൽ നിന്നും 60 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പരന്തൂരിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ സർക്കാരാണ് വൻകിട വിമാനത്താവളം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കർഷകരുടെ നെൽവയലുകളും വലിയൊരു വിഭാഗം ജനങ്ങളുടെ വാസസ്ഥലങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഈ പദ്ധതിക്കെതിരെ വർഷങ്ങളായി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുവരികയായിരുന്നു. ജനങ്ങളുടെയും കർഷകരുടെയും വികാരം മാനിച്ചുകൊണ്ട് ഈ വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വിജയ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വികസനങ്ങളെയല്ല തങ്ങളുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് പ്രഖ്യാപനങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്.